ഷെബിൻ, സലീജ്, ഷെബിൻ. ഷെബിൻ, വാട്ട് ഡു യു തിങ്ക്? ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ബാക്കിയുള്ള അത്രയും ബാക്കിയുള്ള എല്ലാവരും അത്രയും എനിക്ക് സലീജായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവരെല്ലാവരും ഒരുമിച്ചാണ്. എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് പറഞ്ഞാൽ ഞാൻ വേറെ റൂം എടുത്തിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇവരൊക്കെ എനിക്ക് വളരെ സ്പെഷ്യലാണ്, ഇവർക്കറിയാം. പിന്നെ ഞാൻ സലീജ്, സഞ്ജയ്, ഇങ്ങനെയല്ലേ ഇവിടെ എല്ലാവരും പരസ്പരം അങ്ങേറ്റം റെസ്പെക്ട് ചെയ്യുന്ന സിംഗേഴ്സാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടാലൻസ് ആണുള്ളത്. അപ്പം ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണല്ലോ, ഇതിലിപ്പം തീരുമാനം അവരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അവരെയും റെസ്പെക്ട് ചെയ്ത് മതിയാവുള്ളൂ. അതുകൊണ്ട് ലെറ്റ്സ് സീ. ഷെബിൻ ആൻഡ് സലീജ്, നിങ്ങൾ രണ്ടുപേരിലും നമ്മുടെ ഈ 2 crore ആപ്പിൾ മെഗാ സ്റ്റാർസിൽ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഷെബിൻ, സന്തോഷിക്കൂ? സന്തോഷമുണ്ട്. ഓക്കെ, ഷെബിൻ, ദിസ് ഇസ് ഹൗ യു ഹാവ് എസ്കേപ്ഡ്. അറിയാലോ, ദിസ് ഇസ് ഹൗ യു ഹാവ് എസ്കേപ്ഡ്. അപ്പോൾ പ്ലീസ് ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം. കെയർഫുൾ ആയാൽ മതിയാവുള്ളൂ. ഷുവർ. ഓക്കെ. ആൻഡ് പറഞ്ഞ പോലെ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഷെബിന്. ചേച്ചി? ഷെബിൻ മോശമായി പോയത് ജാനെ ജായിലായിരുന്നു, ഹിന്ദി റൗണ്ടിലായിരുന്നു. അത് ഭയങ്കര ബോറായിരുന്നു, ടി വി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ കൂടുതൽ അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഷെബിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ട്രിബന്റെ സെറ്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും കൂടുതൽ വേണം, അവരുടെ ഒപ്പം എത്തണമെങ്കിൽ ഇനിയും വേണം കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ഷെബിൻ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് യു ഫോർ യുവർ നെക്സ്റ്റ് റൗണ്ട്സ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സലീജ്, ഇപ്പൊ സജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഐ ഡോണ്ട് നോ ഇഫ് യു ഡിസേർവ് ദിസ് സലീജ്, ബിക്കോസ് സലീജ് നല്ലൊരു ആർട്ടിസ്റ്റാണ്. സലീജ് ഇറ്റ്സ് നോട്ട്, എന്താ ചെയ്യാ, ആ ഒരു റൗണ്ടാണ് സലീജിന് മൊത്തം പ്രശ്നമായി പോയത് അല്ലേ? ഐ ഡോണ്ട് നോ, ഒരുപാട് വിഷമമുണ്ട് സലീജ്. ശരിക്കും സലീജ് കുറച്ചും കൂടെ നമ്മുടെ ഷോയിൽ നിൽക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് റൂൾസ് ആർ റൂൾസ്, അതനുസരിച്ച് പോയേ പറ്റൂ. രമേശ് സർ? സലീജിന്റെ പെർഫോമൻസ് ടി വിയിൽ ഞാൻ 1-2 തവണ കണ്ടതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. ഡിപ്പെൻസ്. ഇത് തീരുമാനം ഓഡിയൻസ് തീരുമാനമാണ്. സലീജിന്റെ പെർഫോമൻസ് ഞാൻ ഇടയ്ക്ക് ടി വിയിൽ വാച്ച് ചെയ്തിരുന്നു. നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ഡിപ്പെൻസ് ആണ്. കാര്യം ചിലപ്പോൾ പെർഫോമൻസിന്റെ സമയത്തായിരിക്കാം നമ്മൾക്ക് എന്തെങ്കിലും മെന്റൽ ടെൻഷൻ ആവാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം മൂഡിനനുസരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഓഡിയൻസിന്റെ തീരുമാനം. അപ്പം അതിൽ മോനനിയും ശക്തമായിട്ട് ഈ ഫീൽഡിലേക്ക് തിരിച്ചു വരിക. എന്നും ഈ ഫീൽഡിലുണ്ടാവും, ഇവിടുന്ന് ഒന്നും പോയിട്ടില്ല. പിന്നെ ഇവിടുന്നുള്ള ഈ സ്റ്റേജിൽ നിന്ന് നമ്മളെ മുന്നിൽ നിന്ന് മാത്രം ഒന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. ഈ സംഗീത ലോകത്ത് മോൻ എന്നും ഉണ്ടായിരിക്കും, ഉണ്ടാവട്ടെ. സലീജ് അല്ലെങ്കിലും ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു സിംഗറാണ്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല, മോൻ നന്നായിട്ട് വരും. ചിത്ര ഞാൻ പറഞ്ഞു, ഒരു ഫാമിലി ആയിട്ട് എല്ലാരും ചേർന്ന് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഫാമിലി എവിടെ മോന്റെ വീട്? കണ്ണൂർ. ഓ, എവിടെ? കണ്ണൂർ മുഴപ്പിലങ്ങാട്. അച്ഛന്റെ പേര്? കണ്ണൂർ സലീം. ഓ, ഐ നോ, കണ്ണൂർ സലീം അദ്ദേഹത്തിന്റെ മകനാണ്. ഓ, സലീജിന്റെ സിസ്റ്ററും പാടും. ആഹാ, ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ മ്യൂസിക് ഫാമിലിയാണ്. പിന്നെ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, എവരിതിങ് എല്ലാം ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സലീജിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നും ആ ഭീജാത്യ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ, അത് പിന്നെ കിസ്മത്ത് സെയ്യും, ആ 2 പാട്ടും മറക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര നന്നായിട്ട് സലീജ് പാടിയിരുന്നു. സലീജ് ഇനി സലീജ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മലയാളം. ഹിന്ദി നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഹിന്ദിക്ക് സലീജിന് പ്രോബ്ലമേ ഇല്ല.
മലയാളമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സലീജ് കൂടുതൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും സംഗീതം, കർണാട്ടിക് മ്യൂസിക്കോ ഹിന്ദുസ്ഥാനി ഏതെങ്കിലും ഒരെണ്ണം ബേസിക് നല്ലോണം പഠിക്കണം. കുറച്ചുകൂടെ സലീജിന് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ അന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഫാസ്റ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ഒക്കെ ഒന്നുകൂടെ, പിന്നെ ഒക്ടേവ്, ലോ റേഞ്ച്, ആ പ്രാക്ടീസുകൾ കൂടുതൽ ചെയ്യും. സലീജിന് ഇനി നമ്മൾ എന്നും കണ്ടോണ്ടിരിക്കാൻ പോവല്ലേ. ഇല്ല, ഓൾ ദി ബെസ്റ്റ് കേട്ടോ മോനെ. എല്ലാവരോടും വീട്ടിലെല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയൂ. ഓൾ ദി ബെസ്റ്റ്. മാം. Salij, family, you have music in the family itself. Engilum, I think this is a good platform that you got and a good experience. So now I think you only have to look forward, and you're also singing in a lot of stages, so I'm sure you'll improve drastically. All the very best to you. And also when it comes to music, എല്ലാവർക്കും എല്ലാ വെറൈറ്റി സോങ്സും പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡാൻസിലും അങ്ങനെ തന്നെയാണ്. ഒരു ക്ലാസിക്കൽ ഡാൻസറെ കൊണ്ട് പെട്ടെന്ന് വെസ്റ്റേൺ കളിക്കുമെന്ന് പറഞ്ഞാൽ they'll try very hard, but classical dancer day, what do you call, chai or whatever, that will be quite obvious. അപ്പോൾ അതിനു വേണ്ടി they have to work really hard. Even I have faced that. When I came to cinema, when they said 1, 2 and do the movement, it used to be like, oh my god, what is happening? So it takes a while for the mind to set into that, and so each one has a good quality. And പറഞ്ഞതുപോലെ മ്യൂസിക്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ടല്ലേ, ഫോക്ക്, ക്ലാസിക്കൽ, വെസ്റ്റേൺ, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സോങ്സ് ബേസിക്കലി. അപ്പോൾ എല്ലാവർക്കും എല്ലാത്തിനും ബെസ്റ്റായിട്ട് വരാൻ കുറേ വർക്ക് ചെയ്യണം. അപ്പോൾ യു ഹാവ് ടു, ഇറ്റ്സ് മ്യൂസിക് അലോൺ ഇസ് നോട്ട് ജസ്റ്റ് അവർ ലൈഫ്. സോ ഹൗ മച്ച് എവർ യു ക്യാൻ, പ്ലീസ് വർക്ക് ഹാർഡ് ആൻഡ് ഡു കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സലീജ് എപ്പോഴും നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എല്ലാ പ്രാവശ്യവും പെർഫോമൻസിന് വരുമ്പോൾ വളരെ ഉത്സാഹത്തോടെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. സലീജിന് എന്ത് പറയാനുള്ള സലീജ്? ഈ 2 crore ആപ്പിൾ മെഗാസ്റ്റാർസിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ ആദ്യമായി അള്ളാഹിനോട് നന്ദി പറയുന്നു. അതുപോലെ ചിത്രേച്ചിൻ്റെ മുന്നിലും പാടാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെന്താ പറയുക, ഫ്രണ്ട്സിനോട് ഇങ്ങനെ മിസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട്, ഫസ്റ്റ് മുതലേ ഒരു പാട്ട് പാടണം എന്നൊരാഗ്രഹമുണ്ട്. ഫസ്റ്റ് ഉദാസ്യ മന്നത്ത് എൻ്റെ ഫേവറേറ്റ് സോങ്, അതിപ്പോൾ ഇവിടെ പാടാൻ പറ്റിയിട്ടില്ല, ഒന്ന് പാടണം എന്ന് ആഗ്രഹമുണ്ട്.